കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും കൊച്ചിയിലെ ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ ജനങ്ങൾ വിശ്വാസ്യതയും സ്നേഹവും കരുണയും പ്രതീക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് കാണാൻ കഴിയും. ഉമ്മൻചാണ്ടി ചെല്ലുന്നിടത്തൊക്കെ ഉമ്മൻചാണ്ടിയെ കാണാൻ ഒരു കടലാസ് മുന്നിൽ പരാതികൾ എഴുതി കൊണ്ടുവന്ന് കൊടുക്കാനും നൂറുകണക്കിന് ആളുകളാണ് കഴിച്ചുകൂടുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അവസാനത്തെ യാത്രാമൊഴി അന്ത്യയാത്രയിൽ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വഴിയരികിൽ യാത്രയെ പകലാക്കി ഏറ്റവും അവസാനം അദ്ദേഹത്തെ കാണാനെത്തിച്ചത്. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത ഒരു വലിയ ജനകീയ അംഗീകാരം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു നിമിഷം പോലും അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 204 ഭവനങ്ങൾ നിർധനർക്കായി പണികഴിപ്പിച്ച സിസ്റ്റർ ലിസി ചക്കാലക്കലിനെയും കൊച്ചിയിലെ ജീവകാരുണ്യ പ്രവർത്തകരെയും ആദരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന നമ്മുടെ വഴികൾ, ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ കാരുണ്യ ബെനവന്റ് ലോട്ടറി, ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, എന്തിനു നമ്മൾ കൂടുതൽ പറയുന്നു, കേൾവിശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കേൾവി ശക്തി തിരിച്ചു നൽകുന്നതിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടപ്പിലാക്കിക്കൊണ്ട് നൂറുകണക്കിന് കുട്ടികളുടെ കേൾവി ശക്തി തിരിച്ചുകൊണ്ട് സംസാരശേഷി തിരിച്ചു നൽകിക്കൊണ്ട് അവരെ കൊണ്ട് സംസാരിക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷവും അതിലേറെ കൃതജ്ഞതയുമുണ്ട് എന്നെ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചതിന്. എനിക്ക് ഒത്തിരി അഭിമാനത്തോടു കൂടി പറയാവുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം എനിക്ക് തന്നെയാണ് ലഭിച്ചത്. അതിലൊത്തിരി സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, അത്രമാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പാഠപുസ്തകമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു മഹാവ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല, എന്നെ സംബന്ധിച്ചോ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് അദ്ദേഹം ഒരു ആത്മീയ ഗുരുവായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം അത്രമാത്രം ആത്മീയത നിറഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ, ഇപ്പൊ നമ്മൾ പറഞ്ഞു മനുഷ്യത്വത്തിന്റെ മുഖം ഉണ്ടാവണമെങ്കിൽ ദൈവസ്നേഹം കൊണ്ട് നിറയണം. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ അവിടുത്തെ കരുണ നമ്മളിൽ നിന്നും ഒഴുകി വരുള്ളൂ. അപ്പൊ ഞാൻ കണ്ടത് ഒരു കരുണാമയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എവിടെയും നമ്മൾ തേടുന്ന ഒരു മുഖം അതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീ തമ്പി പറയുകയുണ്ടായി, എന്താണ് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാനദണ്ഡമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ. കാരണം മറ്റൊന്നുമല്ല, കരുണയുടെ മുഖം, ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ദൈവീകമായിട്ടുള്ളൊരു രഹസ്യമാണ് കരുണ എന്ന് പറയുന്ന ഒരു ഗുണം. ആ കരുണയുടെ മുഖം അദ്ദേഹം വിസിബിളായിട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ചു അവതരിപ്പിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, കെ കുഞ്ഞച്ചൻ, ജോൺ പഴേരി, ഷൈല തദേവുസ്, തമ്പി ജേക്കബ്, സുമിത് ജോസഫ്, അവരാച്ചൻ എട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം. റിഡ്ജൻ റിബല്ലോ, ന്യൂസ് ടുഡേ, തോപ്പുംപടി.